ഹേയ്, എൻ്റെ കയ്യിൽ ബ്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ എഗ് സ്ലൈസറും വാങ്ങി. നമുക്ക് അത് വെച്ച് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതിന് തന്നെ ഒരു 3-4 സ്ലൈസ് ബ്രെഡ് എടുത്തു. അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അതിലേക്ക് പാലൊഴിച്ചു. അതിനെ കുഴച്ച് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കും പോലെ കുഴച്ച് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്തു. വേറെ ഒന്നും എക്സ്ട്രാ ചേർക്കാനില്ല. അത് എണ്ണയിലിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റാം. പിന്നെ ഒരു പഞ്ചസാര ലായനി ഉണ്ടാക്കണം. ഒരു 15 മിനിറ്റ് അതിലേക്ക് ഇട്ട് വെച്ചിരുന്നാൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഗുലാബ് ജാം കിട്ടും. അടുത്ത ഒരു ചെറിയ 4 മുട്ട എടുത്തിട്ടുണ്ട്. കുക്കറിലിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചു. മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അടുത്തത് സ്ലൈസറിനകത്ത് മുട്ട വെച്ചു. അതിനെ സ്ലൈസ് ചെയ്ത്, പിന്നെ 2 ചെറിയ സവാള, കുറച്ച് ക്യാപ്സിക്കം, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എന്നിവയെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ മസാലകൾ ചേർത്തിട്ട് കുറച്ച് കെച്ചപ്പ് കൂടെ ചേർത്ത് മസാല ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ മുട്ട മസാലയും കൂടെ നമ്മൾ സ്പ്രിംഗ് റോൾ ഷീറ്റിനകത്ത് വെച്ചിട്ട് ഒട്ടിച്ച് പൊരിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു മുട്ട ഉള്ളതെങ്കിൽ പോലും നമുക്ക് ഒരു 5-6 സ്നാക്സ് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബാക്കി വന്ന മുട്ടകൾ ഞാനത് പെപ്പറും സോൾട്ടും ഇട്ട് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. അടുത്തെന്ന് വെച്ചാൽ കഴിച്ചാൽ നമുക്ക് മത്ത് പിടിക്കാത്ത രീതിയിലുള്ള ഗുലാബ് ജാമുണ്. നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്.